ന്യൂസ് ഡെസ്കിൽ നിന്നും സണ്ണി പീറ്റർ അദ്ദേഹവും കൂടി ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം? ചർച്ചയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ് ശക്തമായി ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ. പക്ഷേ കേന്ദ്ര സർക്കാർ അതിന് വഴങ്ങുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സമരം കൂടുതൽ വ്യാപിപ്പിക്കും എന്ന് പറയുന്നു സമരക്കാർ. ഇപ്പോൾ എങ്ങനെ വിലയിരുത്താം നമുക്ക്? ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകുമോ എന്ന ചർച്ചകൾ ദേശീയ രാഷ്ട്രീയത്തിലും വളരെ സജീവമായിട്ടുണ്ട്. പക്ഷേ എന്നാൽ BJPയിലെ ഒരു വിഭാഗം നേതാക്കളും കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു വിഭാഗം നേതാക്കളും ഒക്കെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശമാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ BJPയെ നിയന്ത്രിക്കുന്ന RSSന്റെ നേതാക്കളും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്ന സൂചന നൽകിയതായി പറയപ്പെടുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു വകുപ്പ് മാറ്റമാണ് ഇപ്പോൾ കൂടുതലായും BJP നേതാക്കളും കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി മറ്റൊരു വകുപ്പ് ഏൽപ്പിക്കുക എന്ന ഒരു ചർച്ചകൾക്കാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. BJP നേതാക്കളും അത്തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ CJPയുടെ പ്രതിഷേധവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധവും തണുപ്പിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ BJP നേതാക്കൾക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് എത്രമാത്രം CJP അംഗീകരിക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് വൈകുന്നേരം 3:30-ക്കാണ് CJP നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. ഇന്നലെ പ്രധാനമായി 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ 2 ആവശ്യങ്ങളും തത്വത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇന്നലത്തെ ചർച്ചയിൽ ഒരു തീരുമാനമാകാതെ പോയത്. അതിനകത്തൊരു സാവകാശമാണ് BJP നേതാക്കൾ തേടിയത്. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡയും ജിതേന്ദ്ര സിംഗും അത്തരത്തിലൊരു ഉറപ്പ് നൽകാൻ തയ്യാറായില്ല. പക്ഷേ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കളുടെ ഒരു അഭിപ്രായം കൂടി തേടിയതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിനകത്തൊരു അന്തിമ തീരുമാനം അറിയിക്കാമെന്ന നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് 3:30-ക്ക് അവർ ചർച്ചയ്ക്ക് സന്നദ്ധമാകുകയും ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് CJP നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളും വഴങ്ങുന്നു. മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ആവശ്യങ്ങളോടൊക്കെ തന്നെ വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ BJP നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വഴങ്ങൽ നയത്തിലേക്ക് പലപ്പോഴും നീങ്ങുന്നത്. മുൻപൊക്കെ സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കുകയോ അതല്ല എങ്കിൽ അതിനെ ഗൗനിക്കാതെ വിടുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവ് രീതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു രീതിയായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ CJP നടത്തുന്ന സമരങ്ങളോട് കേന്ദ്ര സർക്കാരും BJPയും വഴങ്ങുന്ന ഒരു കാഴ്ച അതൊരു പുതുമയുള്ള കാര്യം തന്നെയാണ്. മുമ്പൊരിക്കലും ഉണ്ടാകാത്തൊരു കാര്യമാണ്. ഈ പ്രതിപക്ഷമാകട്ടെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. അവരുടെ പ്രതിഷേധ സ്വരം കൂടുതൽ കടുപ്പിക്കുകയും ചെയ്യുന്നു. അതിനകത്ത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വെച്ചതിന് ശേഷം മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ ഈ നീറ്റ് പരീക്ഷ പോലുള്ള പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനായി പുതിയൊരു ബില്ല് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ബില്ലിനെ എതിർക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കാരണം വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയിൽ ധർമ്മേന്ദ്ര പ്രധാൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ബില്ലിനെ തങ്ങൾ അനുകൂലിക്കില്ല എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുള്ളത്. ബില്ലിനെ അംഗീകരിക്കണമെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം മാത്രമേ ബില്ല് അവതരിപ്പിക്കാവൂ എന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം. ബില്ലിനെ ശക്തമായി തന്നെ എതിർക്കും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് പ്രധാനമായും ഈ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നിൻ്റെ ചുമതല ഒഴിയണം എന്നൊരാവശ്യം. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും വേണ്ട, അതിനകത്ത് അണുവിടെ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടാണ് CJP സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടായില്ലെങ്കിൽ CJP ദേശവ്യാപകമായി ഒരു സമരത്തിന് ആഹ്വാനം നൽകും. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഒക്കെ കാരണമാകുമെന്ന് CJP നേതാക്കൾ പറയുന്നു. ഇപ്പോൾ ദില്ലിയിലെ ജന്തർ മന്ദിർ കേന്ദ്രീകരിച്ചാണ് സമരം നടക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കാര്യത്തിനകത്ത് ഇന്ന് കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് CJPയുടെ ഒരു തീരുമാനം. അപ്പോൾ ഇതൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന് വലിയ ആശങ്കയൊക്കെ ഉണ്ട്. പക്ഷേ ഈ കാര്യത്തിനകത്ത് എങ്ങനെ ഒരു രമ്യതയിലെത്താൻ കഴിയുമെന്ന
വലിയ ചർച്ചകളൊക്കെ തന്നെയാണ് BJP കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്നത്. പ്രത്യേകിച്ച് അമിത്ഷായും പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിനകത്ത് ഒരു സമവായത്തിലെത്താൻ എങ്ങനെ കഴിയും, അല്ലെങ്കിൽ CJP എങ്ങനെ അനുനയിപ്പിക്കാൻ കഴിയും എന്ന ഒരു ചർച്ചകൾ BJP നേതാക്കൾ നടത്തുന്നുണ്ട്. നേരത്തെ സമരം നടത്തിയ സോനം വാങ്ചൂക്കിനെ ഇത്തരത്തിൽ അവർക്ക് ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരത്തെ അവസാനിപ്പിക്കാൻ BJP നടത്തിയ നീക്കങ്ങൾക്കൊക്കെ വിജയം കണ്ടിരുന്നു. അപ്പോൾ അതോടെ ഈ CJP നടത്തുന്ന ഒരു സമരത്തിന്മേലും ഒരു വിജയം കാണാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ആണ് കേന്ദ്ര സർക്കാരിനുള്ളത്. പക്ഷേ CJP ആകട്ടെ ഒറ്റ കാര്യത്തിനകത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്, ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അതിനകത്ത് BJP നേതാക്കൾ വഴങ്ങുമോ എന്നത് ഉച്ച കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും അറിയാൻ കഴിയുക. കാരണം 3:30-ക്കാണ് ചർച്ച. ആ ചർച്ചയിൽ എന്ത് നിലപാട് അറിയിക്കും, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന ആകാംക്ഷ CJPക്ക് മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ രാജ്യത്തെ വിവിധ പാർട്ടി നേതാക്കൾക്കൊക്കെ ഉണ്ട്. CJP എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക അല്ലെങ്കിൽ വഴങ്ങുക എന്ന കാര്യത്തിനകത്ത്. അത് ഒരു ഈ വകുപ്പ് മാറ്റം എന്നൊരു നിർദ്ദേശമായിരിക്കും ധർമ്മേന്ദ്ര പ്രധാനിൽ നിന്ന് ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല മാറ്റി മറ്റൊരാൾക്ക് കൈമാറാനുള്ളൊരു നിർദ്ദേശമായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ ഉയരുക എന്നതാണ് ഇതുവരെയുള്ള സൂചനകൾ. പക്ഷേ അതിനോട് CJP എങ്ങനെ പ്രതികരിക്കുമെന്ന ആകാംക്ഷയുമുണ്ട്. പ്രതിപക്ഷവും അതിനോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും പ്രത്യേകതയാണ്. കഴിഞ്ഞ 5 ദിവസമായി പാർലമെൻറ്റ് സ്തംഭിച്ച ഒരവസ്ഥയാണ്. ഒട്ടേറെ ബില്ലുകൾ കേന്ദ്ര സർക്കാരിന് പാസ്സാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് ഈ വർഷകാല സമ്മേളനത്തെ കേന്ദ്ര സർക്കാർ കണ്ടതും. പക്ഷേ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തതിലുള്ള ഒരു നിരാശ BJP നേതാക്കൾക്കും കേന്ദ്ര സർക്കാരിനുമുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു അനുനയ നീക്കമൊക്കെ BJP നടത്തുന്നത്. അതിൻ്റെ ഒരു അനന്തരഫലം എന്ത് എന്ന് കാത്തിരിക്കുകയാണ്. 3:30-4 മണിയോട് കൂടിയിട്ടായിരിക്കും അതിൻ്റെ ഒരു ഫലം പുറത്തു വരിക. വേറെ പ്രതീക്ഷയോടെയാണ് ഈ ചർച്ചയെ കാണുന്നത് എന്ന് CJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടുണ്ടാകുമെന്നൊരു പ്രതീക്ഷയും CJP നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. CJPയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് സണ്ണി പീറ്റർ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്